ജാക്കുട്ടാ, നമുക്കിന്നൊരു അടിപൊളി ഉള്ളിക്കറി ഉണ്ടാക്കിയാലോ? ഇതുണ്ടാക്കാൻ നല്ല എളുപ്പാണ്. ആർക്കും ഉണ്ടാക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. കറിക്കൊരു പ്രത്യേക സ്വാദ് കിട്ടും. ചട്ടി ചൂടാക്കുമ്പോൾ ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാക്കുമ്പോൾ 1 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉലുവയുമിട്ട് പൊട്ടിക്കുക. കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ തീ ഒന്ന് കുറയ്ക്കണം കേട്ടോ. ഉലുവ കരിഞ്ഞു പോവരുത്. കരിഞ്ഞാൽ കറിക്ക് കയ്പ് വരും. അതാണ് ഏറ്റവും പ്രധാനം. കടുക് പൊട്ടിക്കഴിയുമ്പോ നമ്മള് ചതച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലപോലെ വഴട്ട. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. നല്ലൊരു മണം വരുപ്പോ ഇനി നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റണം. ഈ ഉള്ളി നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം കേട്ടോ. അതാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. ഉള്ളി നല്ലപോലെ വഴണ്ടാൽ കറിക്ക് നല്ലൊരു മധുരം വരും. അതാണ് ഇതിന്റെ ഒരു രസം. ക്ഷമയോടെ വഴറ്റണം. ഉള്ളി നല്ലപോലെ വഴണ്ടു കഴിയുമ്പോ തീ നന്നായിട്ട് കുറച്ച് വെക്ക്. എന്നിട്ട് നമ്മുടെ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഇളക്ക. പൊടികൾ കരിഞ്ഞു പോവരുത്. 1 മിനിറ്റ് ഇളക്കിയാൽ മതി. ആ പൊടികളുടെ പച്ചമണം മാറുമ്പോ നമുക്കറിയാം. അപ്പൊ നല്ലൊരു മണം വരും. പൊടികളുടെ മണം മാറുമ്പോ നമ്മൾ പിഴിഞ്ഞുവെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ദാ ഈ ഒരു ചെറിയ കഷ്ണം ശർക്കരയും ഇടാം. ശർക്കര ചേർത്ത ഈ കറിയുടെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവും. നല്ലൊരു രുചിയാ. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളക്കാൻ അനുവദിക്കാം. തിളച്ചു കഴിഞ്ഞാ തീ കുറച്ച് പാത്രം അടച്ചുവെച്ച് കുറച്ചുനേരം വേവിക്കാം. ഒരു 5-6 മിനിറ്റ് മതി. കറി നല്ലപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് കാണാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അടിക്ക് പിടിക്കാതിരിക്കാൻ. ദാ കണ്ടോടാ കുട്ടാ, നമ്മുടെ ഉള്ളിക്കറി തയ്യാറായി കഴിഞ്ഞു. നല്ല മണം വരുന്നുണ്ട്. കണ്ടാ തന്നെ വായിൽ വെള്ളം വരും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം അല്പം കറിവേപ്പില മുകളിൽ വെച്ച് വിളമ്പാം. എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ചോറിന്റെ കൂടെ, ദോശയുടെ കൂടെ, ഇഡ്ലിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാ. ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണാൻ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. അപ്പോ പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണും വരെ എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി. നമസ്കാരം.